നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷം തേടി തൃക്കണ്ണാടെത്തിയത് ആയിരങ്ങൾ. ഭക്തർക്കായി ക്ഷേത്രത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ. ചെറുവത്തൂർ വീരമലക്കുന്നിൽ ദേശീയപാതയിലെ മണ്ണിടിച്ച് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ. കർക്കിടക തെയ്യങ്ങളെ വരവേറ്റ് ഗ്രാമങ്ങൾ. തോറ്റംപാട്ടിനൊപ്പം ചുവടുവെച്ച് ആദിയും വ്യാധിയും അകറ്റാൻ കുട്ടിത്തെയ്യങ്ങളെത്തി. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ ദേശീയ പ്രക്ഷേപണ ദിനാചരണം നടത്തി. പേക്കടം അക്ഷര ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. തൃക്കണ്ണാട് സംസ്ഥാന പാതയിൽ മത്സ്യത്തൊഴിലാളിയെ ഇടിച്ചു നിർത്താതെ പോയി ലോറി. സമർത്ഥമായി പിടികൂടി പോലീസ്. വാർത്തകൾ വിശദമായി. കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷം തേടി തൃക്കണ്ണാടെത്തിയത് ആയിരങ്ങൾ. ക്ഷേത്ര തെക്കുഭാഗത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ഒരേ സമയത്ത് 20ഓളം കാർമ്മികളുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതനവുമായ തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കിടക വാവ് ദിവസത്തിൽ ബലിതർപ്പണത്തിനായി ആയിരങ്ങളെത്തി. വ്യാഴാഴ്ച രാവിലെ മുതൽ ഉഷപൂജയ്ക്ക് ശേഷം 5:30 മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ നവീൻ ചന്ദ്ര കായർത്തായയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പുരോഹിതൻ രാജേന്ദ്ര അരളിത്തായയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്ര തെക്കുഭാഗത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ഒരേ സമയത്ത് 20ഓളം കാർമ്മികളുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ഭക്തജനങ്ങളുടെ തിരക്ക് ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ബലിതർപ്പണത്തിനുള്ള രശീതുകൾ മുൻകൂറായി നൽകുന്നതിന് പുറമെ ക്ഷേത്രം വെബ്സൈറ്റ് വഴിയും രശീതുകൾ ഓൺലൈനായി ചെയ്തിരുന്നു. രാവിലെ 5 മണി മുതൽ തന്നെ 8 വഴിപാട് കൗണ്ടർ പ്രവർത്തിച്ചിരുന്നു. ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് പരമാവധി സഹായം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി പോലീസ്, കോസ്റ്റ് ഗാർഡ്, ഹെൽത്ത് എന്നീ വിഭാഗങ്ങളുടെ സേവനവും സദാസമയവും ഉണ്ടായി. ക്ഷേത്ര ആഘോഷ കമ്മിറ്റി, മാതൃസമിതി, ഭജന സമിതി എന്നിവരുടെ സേവനവും സദാസമയവും ഭക്തജനങ്ങൾക്ക് ലഭ്യമാക്കി. കാലവർഷം രൂക്ഷമായ സാഹചര്യത്തിൽ കടൽക്ഷോഭമുള്ളതിനാൽ ഭക്തജനങ്ങൾ കടൽ തീരത്ത് പോകുന്നത് നിയന്ത്രിക്കാൻ കടപ്പുറത്ത് പോലീസും കോസ്റ്റ് ഗാർഡും ഡിഫൻസ് സംഘങ്ങളും സദാസമയവും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. യാത്രാക്ലേശം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് കാഞ്ഞങ്ങാട് റൂട്ടിൽ ചന്ദ്രഗിരി പാലം വഴി KSRTC നിലവിലുള്ള സർവീസിന് പുറമെ കൂടുതൽ ബസ് സർവീസും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ വീരമലക്കുന്നിൽ ദേശീയപാതയിലേക്ക് മണ്ണിടുന്നതിനെ തുടർന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ദേശീയപാതയുടെ സുരക്ഷാ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ ഗതാഗത നിയന്ത്രണം തുടരും. ചെറുവത്തൂർ വീരമലക്കുന്നിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്ന് ചെറുവത്തൂർ പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നീലേശ്വരം ദേശീയപാതയിൽ നിന്ന് കോട്ടപ്പുറം മടക്കര വഴി ചെറുവത്തൂർ ദേശീയപാതയിലെത്തി യാത്ര ചെയ്യണം. പയ്യന്നൂർ ഭാഗത്തു നിന്ന് നീലേശ്വരം കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കോത്തായിമുക്ക്, കാങ്കോൽ, ചീമേനി, കയ്യൂർ, ചായൂത്ത് വഴി നീലേശ്വരം ദേശീയപാതയിലെത്തണം. കൂടാതെ കരിവെള്ളൂർ, പാലക്കുന്ന്, വെള്ളച്ചാൽ, ചെമ്പ്രക്കാനം, കയ്യൂർ, ചായൂത്ത് വഴിയും നീലേശ്വരത്ത് എത്തിച്ചേരാവുന്നതാണ്. ദേശീയപാതയിൽ ജൂലൈ 23 രാത്രി 10 മണി വരെ ഗതാഗതം തുടരാം. അതിനുശേഷം ചെറുവത്തൂർ മയിച്ച ദേശീയപാതയിലൂടെയുള്ള എല്ലാ ഗതാഗതവും നിർത്തും. ദേശീയപാതയുടെ സുരക്ഷാ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ ഗതാഗത നിയന്ത്രണം തുടരുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തോറ്റം പാട്ടിനൊപ്പം ചെണ്ടയുടെ മുഴക്കത്തിൽ ചുവടുവെച്ച് ആദിയും വ്യാധിയും അകറ്റാൻ വീടുകളിൽ കർക്കിടക തെയ്യങ്ങൾ എത്തിത്തുടങ്ങി. ഗ്രാമവഴികളിൽ ചിലങ്കകൾ കിലുക്കി നടന്നുവരുന്ന കുട്ടിത്തെയ്യങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. കർക്കിടകത്തിലെ ആദികളും വ്യാധികളും ആടിയൊഴിപ്പിക്കാനെത്തുന്ന കർക്കിടക തെയ്യങ്ങളുടെ വരവ് കാത്ത് ഗ്രാമങ്ങളിൽ വീടുകൾ ഒരുങ്ങി നിന്നു. നിറഞ്ഞു പെയ്യുന്ന മഴയത്തും വടക്കേ മലബാറിൽ വീടുകൾ തോറും കയറിയിറങ്ങുകയാണ് കർക്കിടക തെയ്യങ്ങൾ. മുഖത്തും ദേഹത്തും ചായം തേച്ച് കിരീടവും ചുവന്ന ആടയാഭരണങ്ങളും അണിഞ്ഞ കർക്കിടക തെയ്യങ്ങൾ മലബാറിന്റെ മാത്രം പ്രത്യേകതയാണ്. കർക്കിടകത്തിലെ മഴയെ വകവയ്ക്കാതെ വീടിന്റെ പടികടന്നെത്തുന്ന സങ്കല്പങ്ങളിലെ ഐശ്വര്യവാഹകരെ നിലവിളക്കേന്തി നാടും വീടും സ്വീകരിക്കുന്നു. കുട്ടിത്തെയ്യമെന്നും ആടിവീടൻ തെയ്യമെന്നും വിളിക്കുന്ന കർക്കിടക തെയ്യം വീടുകളിൽ മണികിലുക്കിയും ചെണ്ടമുട്ടിയും എത്തുമ്പോൾ വിളക്ക് തിരിയും മഞ്ഞളും ചുണ്ണാമ്പും കലർത്തിയ ഗുരുസിവെള്ളം തളികയിൽ നൽകുന്നു. തെയ്യം വീടിന് മുന്നിൽ ആടിയതിനു ശേഷം ഈ വെള്ളം കളത്തിൽ തിരിവെച്ച് വട്ടത്തിലൊഴിച്ചാൽ അവിടെ ദാരിദ്ര്യമോ പട്ടിണിയോ അസുഖങ്ങളോ ഉണ്ടാവില്ലെന്നാണ് വിശ്വാസം. തോറ്റംപാട്ടിനൊപ്പം ചെണ്ടയുടെ മുഴക്കത്തിൽ ചുവടുവയ്ക്കുന്ന കർക്കിടക തെയ്യം കാട്ടാള വേഷം ധരിച്ച ശിവനും പാർവതിയും എന്നാണ് ഐതിഹ്യം.
ഈ തെയ്യത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ പാർശ്വവസ്ത്രൻ്റെ കഥയാണ്. ശിവനും അർജുനന് പാർശ്വവസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പാർവതി കാട്ടാളത്തിയായിട്ട് ശിവൻ കാട്ടാളനായിട്ട് പുറപ്പെട്ടതാണ് പാർശ്വവസ്ത്രം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് തോറ്റൽ പറയൽ തന്നെ വീരസകളി കുളീരതിൽ 16 മാരിവയം ധൂതഗണാതിശബാരിയടങ്ങും. അതായത് തോറ്റൽ. തെയ്യത്തിന് കാണിക്കയ്ക്ക് പുറമെ വീട്ടുകാർ അരിയും എണ്ണയും മറ്റും നൽകുകയും ചെയ്യും. മലയ സമുദായക്കാർ ആടിവേടൻ തെയ്യവും വണ്ണാൻ സമുദായക്കാർ വേടത്തി, നാൽക്കത്തായ സമുദായക്കാർ ഗളിഞ്ചൻ തെയ്യവുമാണ് കെട്ടിയാടുന്നത്. നാടിന്റെ ക്ഷേമത്തിനായി കർക്കിടകം 31 വരെ ഓരോ വീടുകളിലും കൈമണികളും കിലുക്കി കർക്കിടക തെയ്യമെത്തും. വീടുകൾ തോറും കയറിയിറങ്ങി മടങ്ങുന്ന കർക്കിടക തെയ്യങ്ങൾ മലബാറിന്റെ മാത്രം സൗന്ദര്യമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാറിയ കാലത്തും റേഡിയോ ഉൾപ്പെടെയുള്ള പ്രക്ഷേപണ മാധ്യമത്തിന്റെ പ്രസക്തി കുറയുന്നില്ലെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തി തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ ദേശീയ പ്രക്ഷേപണ ദിനാചരണം നടത്തി. പേക്കടം അക്ഷര ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെയാണ് പ്രൈമറി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് റേഡിയോ പരിചയപ്പെടുത്തിയത്. 2 പതിറ്റാണ്ടുകൾക്കപ്പുറം നഗരങ്ങൾക്ക് പിന്നാലെ നാട്ടിൻപുറങ്ങളിലും റേഡിയോ ശ്രോതാക്കൾ കുറഞ്ഞു വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ വാണിജ്യ നിലയങ്ങളിലും മറ്റും കൂടുതൽ എത്തിയതോടെ യുവതലമുറയും റേഡിയോ ഉൾപ്പെടെയുള്ള പ്രക്ഷേപണ മാധ്യമങ്ങളിൽ സജീവമാണ്. ഇന്റർനെറ്റ് റേഡിയോ ശൃംഖലയും വ്യാപകമാണ്. ഈ പശ്ചാത്തലത്തിലാണ് പേക്കടം അക്ഷര ഗ്രന്ഥാലയം പ്രവർത്തകർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് ദേശീയ പ്രക്ഷേപണ ദിനത്തിൽ റേഡിയോ പരിചയപ്പെടുത്തിയത്. മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപ്പെടെ പ്രൈമറി വിദ്യാർത്ഥികൾ റേഡിയോയിലൂടെ ശ്രവിച്ചു. വാർത്തകൾ റേഡിയോ വഴി നേരിട്ട് കേട്ടപ്പോൾ കുട്ടികൾക്ക് ഏറെ കൗതുകമായി. സ്കൂൾ പ്രധാനാധ്യാപകൻ അശോകൻ മടയമ്പത്ത് റേഡിയോയുടെ പ്രസക്തിയെക്കുറിച്ച് കുട്ടികളുമായി സംവദിച്ചു. പേക്കടം അക്ഷര ഗ്രന്ഥാലയം പ്രസിഡന്റ് VM രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV കൃഷ്ണപ്രസാദ് വൈദ്യർ, MT യൂനസ്, M അൻഫാസ്, AV ഹേമാവതി, P വിനീത, R പ്രസന്ന എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പഠിക്കാൻ വിദ്യാർത്ഥികളും മറ്റും ഉപയോഗിക്കുന്ന ബുക്കുകളെക്കുറിച്ച് സ്കൂൾ തുറക്കുമ്പോൾ മുതൽ നാം കേൾക്കാറുണ്ട്. എന്നാൽ ഈച്ച് ബുക്ക് എന്ന് കേട്ടാൽ നമുക്ക് ആദ്യം പിടികിട്ടില്ല. മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി എത്തുന്ന ഈച്ചകളെ വീഴ്ത്തുന്നതാണ് ഈച്ച ബുക്ക്. ചക്ക ഉൾപ്പെടെയുള്ള പഴങ്ങൾ പഴുത്തു തുടങ്ങുമ്പോഴും തീരദേശ മേഖലയിൽ മത്സ്യവളങ്ങൾ കൊണ്ടുവരുമ്പോഴുമാണ് ഈച്ചകളുടെ സീസൺ ആവുന്നത്. ആഹാര സാധനങ്ങൾ തുറന്നു വയ്ക്കാനാവില്ല എന്ന് മാത്രമല്ല, മനുഷ്യരുടെ ശരീരത്തിൽ കൂടി ഇവ ഇരിപ്പുറപ്പിക്കും. ആരോഗ്യവകുപ്പ് അധികൃതർ ഈച്ചകളിലൂടെ പരക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും ലഘുലേഖ വിതരണവും നടത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ വെറും 15 രൂപ കൊണ്ട് ഈച്ചകളെ വീഴ്ത്തുന്നതിന് വ്യാപകമായി ഇപ്പോൾ ഉപയോഗിച്ചു വരികയാണ് ഈച്ച ബുക്ക്. ബുക്കിന്റെ പുറംചട്ടയുടെ അകത്ത് ഈച്ചകളുടെ വലിയ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് അതിൽ പശ തേച്ചുറപ്പിച്ചാണ് ഈച്ച ബുക്ക് തയ്യാറാക്കുന്നത്. ബുക്കിനകത്തെ വലിയ ഈച്ചയുടെ ചിത്രത്തിൽ ആകൃഷ്ടരായി ഒരു ഈച്ച എത്തിയാൽ പിന്നെ മിനിറ്റുകൾക്കകം ബുക്ക് ഈച്ചകളെ കൊണ്ട് നിറയും. ചിറകും കാലുകളും മുട്ടി പറക്കാനാവാതെ ചത്തുവീഴും. ബുക്കടച്ച് തീയിലിട്ട് നശിപ്പിക്കുകയാണ് പതിവ്. മലയോരത്ത് ഉപയോഗിച്ചു വന്ന ഈച്ച ബുക്ക് ഇപ്പോൾ തീരമേഖലയിലും വ്യാപകമാണ്. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കണ്ണാട് സംസ്ഥാന പാതയിൽ മത്സ്യത്തൊഴിലാളിയെ ഇടിച്ച് നിർത്താതെ പോയ ലോറിയെയും ഡ്രൈവറെയും കണ്ടെത്തി. പ്രതി UP സ്വദേശിയായ നിലേഷ് കുമാർ ബേക്കൽ പോലീസിന്റെ പിടിയിൽ. തൃക്കണ്ണാട് സംസ്ഥാന പാതയിൽ മത്സ്യത്തൊഴിലാളി പ്രകാശിനെ ഇടിച്ച് നിർത്താതെ പോയ ലോറിയെയും ഡ്രൈവറെയും കണ്ടെത്തി. UP പ്രയാഗ്രാജ് സ്വദേശി നിലേഷ് കുമാറാണ് ബേക്കൽ പോലീസിന്റെ പിടിയിലായത്. ലോറിയും കസ്റ്റഡിയിലെടുത്തു. 100-ൽ പരം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ജൂൺ 6-ന് പുലർച്ചെ 4-ന് മത്സ്യബന്ധനത്തിനായി കടപ്പുറത്തേക്ക് പോകുന്നതിനിടയിലാണ് കോട്ടിക്കുളം ഹോട്ടൽ വളപ്പിൽ D പ്രകാശിനെ ലോറി ഇടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ പ്രകാശൻ ഇപ്പോഴും അബോധാവസ്ഥയിൽ ചികിത്സയിലാണ്. വഴിയാത്രക്കാരാണ് ലോറി ഇടിക്കുന്നത് കണ്ടത്. അപകടത്തിന് പിന്നാലെ എത്തിയ ഇന്നോവ കാറിന്റെ ക്യാമറയിലെ ദൃശ്യമാണ് അന്വേഷണത്തിന് തുമ്പായത്. കഴിഞ്ഞ ദിവസം പ്രതി മംഗളൂരു വഴി കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് കാസർഗോഡ് വെച്ച് സമർത്ഥമായാണ് ലോറിയെയും ഡ്രൈവറെയും പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വാർത്തകൾ തുടരുന്നു. ജനകീയ വില്ലേജ് ഓഫീസർ N ചന്ദ്രശേഖര നായിക്കിന് നാട്ടുകാരുടെ ഊഷ്മളമായ യാത്രയപ്പ്. കാസർഗോഡ് കളക്ടറേറ്റിൽ ഡെപ്യൂട്ടി തഹസിൽദാർ തസ്തികയിലേക്ക് പ്രൊമോഷനായാണ് സ്ഥലം മാറ്റം ലഭിച്ചിട്ടുള്ളത്.
നാട്ടുകാരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം സ്വീകരിക്കുകയും ഉടനടി മറുപടി നൽകുകയും വില്ലേജ് ഓഫീസിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സുതാര്യത ഉറപ്പുവരുത്തുകയും അപേക്ഷകരെ ഒറ്റത്തവണ തന്നെ ആവശ്യങ്ങൾ പരിഹരിച്ചു വിടുകയും ചെയ്യുന്ന ജനകീയ വില്ലേജ് ഓഫീസറായ എൻ ചന്ദ്രശേഖര നായിക്കിന് ചെങ്കള മുട്ടത്തൊടി വില്ലേജ് നിവാസികൾ ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. കാസർഗോഡ് കളക്ടറേറ്റിൽ ഡെപ്യൂട്ടി തഹസിൽദാർ തസ്തികയിലേക്ക് പ്രൊമോഷനായാണ് സ്ഥലം മാറ്റം ലഭിച്ചിട്ടുള്ളത്. യാത്രയയപ്പ് ചടങ്ങിൽ നാസർ ചെറുക്കളം, മനാഫ് എടനീർ, സിറാജ് സിർസി, പുതിയ വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ വില്ലേജ് ഓഫീസർ യാത്രയയപ്പ് നൽകാൻ കാരണം ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും വലിയ രീതിയിലുള്ള അദ്ദേഹത്തിനോടുള്ള സ്നേഹമാണ്. അദ്ദേഹം നാട്ടുകാരോട് നടത്തിയിട്ടുള്ള ബഹുമാനം തിരിച്ച് നൽകുകയാണ് നമ്മൾ. ഇതിന് കാരണം അദ്ദേഹം ഈ ഒരു അപേക്ഷകൻ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുന്ന ആ ഒരു അവസ്ഥയും അതുപോലെ തന്നെ അവർക്ക് നൽകുന്ന സേവനവും അതുകൊണ്ട് തന്നെയാണ്. ഇത് എല്ലാ ഓഫീസർമാർക്കുമുള്ള ഒരു സന്ദേശമാണ്. ഇവിടെ ജനങ്ങളോട്, പൊതുസമൂഹത്തോട് നല്ല രീതിയിലുള്ള പെരുമാറ്റവും അവരുടെ സ്വീകാര്യതയും നിങ്ങൾ നൽകുകയാണെങ്കിൽ തീർച്ചയായും ഈ നാട് നിങ്ങളെ ചേർത്ത് നിർത്തുമെന്നതിൻ്റെ വലിയൊരു സൂചനയാണിത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷൻ സർവീസ് റോഡരികിലെ ട്രാൻസ്ഫോമർ സുരക്ഷാ ഭീഷണിയിൽ. അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ദിവസേന നൂറുകണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരും എത്തുന്ന മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ എതിർവശം രാഗം ജംഗ്ഷൻ സർവീസ് റോഡിന്റെ അരികിലുള്ള ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന ഇലക്ട്രിക് ട്രാൻസ്ഫോമർ ജനങ്ങളിൽ ഭീതിയുണ്ടാക്കുന്നു. ട്രാൻസ്ഫോമറിന്റെ സുരക്ഷിതമല്ലാത്ത സ്ഥിതി അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. സർവീസ് റോഡിൽ സ്ഥിരമായി നിൽക്കുന്ന ബസ്സുകളും നിത്യേന പഠനാർത്ഥം യാത്ര ചെയ്യുന്ന കുട്ടികളും വലിയ ഭീഷണിയിലാണ്. ട്രാൻസ്ഫോമർ മാറ്റി സുരക്ഷിതമായ അകലത്ത് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ അധികാരികളെ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു കാര്യമായ നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. ചെറിയൊരു സ്പാർക്ക് പോലും വലിയ ദുരന്തത്തിനിടയാകാനുള്ള സാഹചര്യത്തിൽ അധികൃതർ ഉടൻ തന്നെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഞ്ചേശ്വരം ടൗണിൻ്റെ മുൻവശത്ത് ഇലക്ട്രിക് ട്രാൻസ്ഫോമർ അത് അപകട സാധ്യതയിൽ കിടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സ്കൂൾ കുട്ടികളും ഒരുപാട് ജനങ്ങളും കുട പിടിച്ച് പോകുന്നുണ്ട്. ചിലപ്പോൾ തട്ടിപ്പോയാൽ കുട്ടിയുടെ ജീവിതം പോകും. അതുകൊണ്ട് അധികാരികൾ ഇതിനെ ഒന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ല. എത്രയും പെട്ടെന്ന് അത് നോക്കിയിട്ട് അതിനുള്ള വേണ്ട വ്യവസ്ഥ ചെയ്യണമെന്ന് KVയോട് ഞാൻ അപേക്ഷിക്കുന്നു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇന്റഗ്രൽ ബുക്സ് സ്ഥാപകനും തത്വചിന്തകനുമായ ശ്രീകാന്ത് സ്മരണാർത്ഥം ഇന്റഗ്രൽ ബുക്സ് ഏർപ്പെടുത്തിയ പ്രഥമ ശ്രീകാന്ത് സ്മൃതി പുരസ്കാരം PK ശ്രീധരന്. പുരസ്കാര സമർപ്പണം 28-ന് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്റഗ്രൽ ബുക്സ് സ്ഥാപകനും തത്വചിന്തകനുമായ ശ്രീകാന്ത് സ്മരണാർത്ഥം ഇന്റഗ്രൽ ബുക്സ് ഏർപ്പെടുത്തിയ പ്രഥമ ശ്രീകാന്ത് സ്മൃതി പുരസ്കാരം PK ശ്രീധരന്. 2020-24 കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച ഭാരതീയ ദാർശനിക കൃതികളിൽ നിന്നുമാണ് PK ശ്രീധരന്റെ ശ്രീശങ്കരന്റെ പാദമുദ്രകൾ ഗ്രന്ഥം അവാർഡിന് തെരഞ്ഞെടുത്തത്. കണ്ണൂർ എളയാവൂർ സ്വദേശിയായ PK ശ്രീധരൻ റിട്ടയർഡ് പ്രിൻസിപ്പലാണ്. സുകുമാരൻ പെരിയച്ചൂർ, രമേശൻ പുതിയകണ്ഠം, VK വാമനൻ നായർ അടങ്ങുന്ന ജൂറിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. പ്രശസ്തി പത്രവും ഫലകവും ക്യാഷ് അവാർഡും അടങ്ങുന്ന പുരസ്കാരം കേന്ദ്ര കേരള സർവകലാശാല പരീക്ഷാ കൺട്രോളർ ഡോക്ടർ M മുരളീധരൻ നമ്പ്യാർ ജൂലൈ 28-ന് വ്യാപാര ഭവനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. രാധാകൃഷ്ണൻ നരിക്കോട് ദീപപ്രജ്വലനം നടത്തും. ലക്ഷ്മി മൂലക്കണ്ടം പ്രാർത്ഥനാഗീതം ആലപിക്കും. ഇന്റഗ്രൽ ബുക്സ് ചെയർമാൻ ഡെന്നി അമൃതഗിരി അധ്യക്ഷത വഹിക്കും. ശ്രീകാന്തം സ്മൃതി പർവം നാലപ്പാടം പത്മനാഭൻ രമേശ് കൈതപ്രം നൽകി പ്രകാശനം നിർവഹിക്കും. ദിനേശ് മാവുങ്കാൽ പുസ്തക പരിചയം നടത്തും. സാധു വിനോദ്, ഡോക്ടർ CV മനോജ് എന്നിവർ പ്രഭാഷണം നടത്തും. R വേണുഗോപാൽ, കണ്ണൻ പെരുമുടിയൂർ, PD സുകേഷ്, EV ജയകൃഷ്ണൻ, അഡ്വക്കേറ്റ് TM രാമൻ കർത്ത, അഡ്വക്കേറ്റ് TK സുധാകരൻ, PS മോഹനൻ കൊട്ടിയൂർ, ഡോക്ടർ KV മുരളി മോഹനൻ, രാഘവൻ കടന്നപ്പള്ളി, കൊപ്പൽ ചന്ദ്രശേഖരൻ, പല്ലവ നാരായണൻ, ബാബു കോട്ടപ്പാറ, VK വാമനൻ നായർ, രാധിക, രമേശൻ പുതിയകണ്ഠം, അനിൽ പുളിക്കാൽ എന്നിവർ സംസാരിക്കും. സുകുമാരൻ പെരിയച്ചൂർ സ്വാഗതവും ഉണ്ണി കാട്ടുകുളങ്ങര നന്ദിയും പറയും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ ജൂറി ചെയർമാൻ സുകുമാരൻ പെരിയച്ചൂർ, അംഗങ്ങളായ VK വാമനൻ നായർ, രമേശൻ പുതിയകണ്ഠം, ഇന്റഗ്രൽ ബുക്സ് മാനേജർ ഉണ്ണി കാട്ടുകുളങ്ങര, ആധ്യാത്മിക പ്രഭാഷകൻ ദിനേശ് മാവുങ്കാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗുരുപൂജയെ എതിർക്കുന്നവർ സനാതനധർമ്മ വിരോധികളെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. ഹിന്ദു ഐക്യവേദി ബന്തെടുക്കയിൽ ഗുരുവന്ദനവും പ്രകടനവും പൊതുയോഗവും നടത്തി.
ബന്ദടുക്ക സരസ്വതി വിദ്യാലയത്തിൽ വ്യാസജയന്തി ദിനത്തിൽ ഗുരുപൂജ നടത്തിയതിനെ എതിർക്കുന്നവർ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു അഭിപ്രായപ്പെട്ടു. ഹിന്ദു ഐക്യവേദി കാസർഗോഡ് താലൂക്ക് കമ്മിറ്റി ബന്ദടുക്കയിൽ നടത്തിയ ഗുരുവന്ദനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് SP ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി ഗോവിന്ദൻ മാസ്റ്റർ കൊട്ടോടി, അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ, വിനോദ് കുറ്റിക്കോൽ എന്നിവർ സംസാരിച്ചു. ഗുരുപാദം ആദരം, ജനാർദ്ദനൻ കാവേയനാടൻ, സുകുമാരൻ കർണമൂർത്തി എന്നിവരെ ഗുരുവന്ദനം ചെയ്ത് സംസ്ഥാന പ്രസിഡന്റ് ആദരിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി രാജൻ മുളിയാർ സ്വാഗതവും താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ബന്ദടുക്ക പെട്രോൾ പമ്പ് പരിസരത്ത് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർക്കിടക വാവു ദിനത്തിൽ പിതൃമോക്ഷം തേടി തൃക്കണ്ണാടെത്തിയത് ആയിരങ്ങൾ. ഭക്തർക്കായി ക്ഷേത്രത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ. ചെറുവത്തൂർ വീരമലക്കുന്നിൽ ദേശീയപാതയിലെ മണ്ണിടിച്ച് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ. കർക്കിടക തെയ്യങ്ങളെ വരവേറ്റ് ഗ്രാമങ്ങൾ. തോറ്റംപാട്ടിനൊപ്പം ചുവടുവെച്ച് ആദിയും വ്യാധിയും അകറ്റാൻ കുട്ടിത്തെയ്യങ്ങളെത്തി. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ ദേശീയ പ്രക്ഷേപണ ദിനാചരണം നടത്തി. പേക്കടം അക്ഷര ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. തൃക്കണ്ണാട് സംസ്ഥാന പാതയിൽ മത്സ്യത്തൊഴിലാളിയെ ഇടിച്ച് നിർത്താതെ പോയി ലോറി. സമർത്ഥമായി പിടികൂടി പോലീസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.